ഹായ് എവ്രിവൺ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ബേസിക്സ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ബേസിക്സ് ആയിട്ടുള്ള സീൻ്റെ ബേസിക്സ് എല്ലാമേ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ തേർഡ് ഡേയിൽ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ട് 2 ടൈപ്പ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ അതിൽ ആദ്യമായിട്ട് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ എങ്ങനെ പോകണം, ഏത് എക്സിക്യൂഷൻ എപ്പോൾ നടക്കണം, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യണം, കണ്ടീഷൻ ശരിയല്ലെങ്കിൽ തെറ്റാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഡിഫൈൻ ചെയ്യുന്നത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ്. സോ കൺട്രോൾ സ്ട്രക്ചേഴ്സിൽ വന്നിട്ട് എന്താ പറയുക, ഒരു പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ എക്സിക്യൂട്ട് ആകണം എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ടൈപ്പ് വന്നിട്ട് ബ്രാഞ്ചിങ് അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് ആണ്. ഇതിൽ പേരിലുള്ളതുപോലെ നമ്മൾ ഒരു ഡെസിഷൻ നമ്മൾ മേക്ക് ചെയ്യണം. ഒരു പ്രോഗ്രാമിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ കണ്ടീഷന് നമ്മൾ ഡെസിഷൻ മേക്ക് ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഫാൾസ് വേറെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ഡെസിഷൻ നമ്മൾ അവിടെ ഉണ്ടാക്കാൻ പോകണം. സോ ഈ ബ്രാഞ്ചിങ് അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിങ്ങിൽ വന്നിട്ട് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് വന്നിട്ട് കണ്ടീഷണൽ ബ്രാഞ്ചിങ്, ഇനി വന്നിട്ട് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ്. കണ്ടീഷണൽ ബ്രാഞ്ചിങ്ങിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ബ്രാഞ്ചിങ് ചെയ്യും, ഡെസിഷൻ മേക്ക് ചെയ്യും. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ്, ലാഡർ ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ് എൽസ്. ഇതെന്താന്ന് വെച്ചാൽ ചേഞ്ചസ് ഫ്ലോ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ബേസ്ഡ് ഓൺ ലോജിക്കൽ ടെസ്റ്റ് ഓർ കണ്ടീഷൻ. നമ്മൾ ലോജിക്കൽ മീൻസ് ഇത് ട്രൂ ഓർ ഫാൾസ്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കും, ആ ഒരു കണ്ടീഷൻ കൊടുക്കും. അത് ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ ഇന്നൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. സോ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ കണ്ടീഷൻ. അതാണ് കണ്ടീഷണൽ ബ്രാഞ്ചിങ്. അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ്ങിൽ സ്വിച്ച്, പിന്നെ ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, ഇതൊക്കെ വരും. ഇതെങ്ങനെ വെച്ചാൽ ഓൾട്ടേഴ്സ് ദി ഫ്ലോ ഓഫ് സീക്വൻസ് ബേസ്ഡ് ഓൺ സെലക്ഷൻ ആൻഡ് നോട്ട് ഓൺ കണ്ടീഷൻ. അവിടെ കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അവിടെ സെലക്ട് ചെയ്യണു. സ്വിച്ചിലെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, ആ കേസ് ട്രൂ ആയി എന്ന് വെച്ചാൽ അത് എക്സിക്യൂട്ട് ആകും, അങ്ങനെ. സോ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെയൊക്കെ സിൻടാക്സ് എങ്ങനെ നോക്കാം. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് നോക്കിയാൽ, ഇഫ് ഒരു എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ അവിടെ കണ്ടീഷൻ നമ്മൾ കൊടുക്കും, ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഉള്ളിലുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആകും. അല്ലെങ്കിൽ സപ്പോസ് ട്രൂ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആകാതെ ഈ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത എന്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ അത് എക്സിക്യൂട്ട് ആയി കണ്ടിന്യൂ ആയിക്കൊള്ളും. ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇഫിന് നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h int main. ഇപ്പം നമ്മൾ 3 നമ്പേഴ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്യാം. int a, b, c നമ്മൾ യൂസറിൻ്റെ നിന്ന് വാങ്ങാം. സോ printf enter 3 numbers. ഇപ്പോൾ നോക്കിയാൽ scanf വാങ്ങണം നമ്മൾ. %d, %d, ampersand സ്റ്റോർ ചെയ്യാം, ampersand c. യെസ്, ഇപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ 3 നമ്പറിൽ ഏതാണ് ലാർജസ്റ്റ് നമ്പർ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഇത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. സോ അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് നോക്കാം. ഇഫ് ഫസ്റ്റ് 2 നമ്പർ, അതായത് ഈ 3 നമ്പർ ഉണ്ടല്ലോ, ഈ 3 നമ്പറിൽ ഉള്ളതിൽ വെച്ച് അതായത് 2 ചെക്ക് ചെയ്തിട്ട് അതിൽ ഏത് ഹയസ്റ്റ് നോക്കാം. സോ ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണോന്ന് ചെക്ക് ചെയ്യണു. ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, ആംപേഴ്സൻഡ്, അതായത് ഈ കണ്ടീഷനും ട്രൂ ആയിരിക്കണം. ഇനിയും ഒരു കണ്ടീഷൻ കൊടുക്കാനുണ്ട്, അതായത് എ ലാർജ് ആവണമെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകണം. എ വന്ന് ബിനെക്കാട്ടിലും വലുതായിരിക്കണം, എ വന്നിട്ട് സിനെക്കാട്ടിലും വലുതായിരിക്കണം. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ആംപേഴ്സൻഡ് കൊടുക്കണം. ലോജിക്കൽ കണ്ടീഷനാണ് നമ്മളിവിടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എ വന്നിട്ട് ബിനെക്കാട്ടിലും വലുതായിരിക്കണം, എ സിനെക്കാട്ടിലും വലുതായിരിക്കണം. സോ എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബോത്ത് ദ കണ്ടീഷൻസ് ഷുഡ് ബി ട്രൂ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ സി. ഇത് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം എ ഈസ് ഗ്രേറ്റർ. യെസ്. ഇപ്പോൾ ഇതല്ലാന്ന് വെച്ചാൽ, സപ്പോസ് ഈ കണ്ടീഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആയി അല്ലെങ്കിൽ 2 ഫാൾസ് ആയി എന്ന് വെച്ചാൽ
അടുത്തത് ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ളത് എക്സിക്യൂട്ട് ആകും. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെക്ക് ചെയ്യണം? ബി ചെക്ക് ചെയ്യണം. ബി എനെക്കാട്ടിലും വലുതാണോ ബി സിനെക്കാട്ടിലും വലുതാണോ എന്നുള്ളത്. സോ സെയിം വേ ഇഫ് ബി ഇസ് ഗ്രേറ്റർ ദാൻ എ ആംപർസൻഡ് ബി ഇസ് ഗ്രേറ്റർ ദാൻ സി, ഇത് ട്രൂ ആണെങ്കിൽ നമ്മൾ ബി ഇസ് ഗ്രേറ്റർ എന്ന് പ്രിന്റ് ചെയ്യും. printf b is greater. യെസ്, ഇത് ട്രൂ അല്ലെങ്കിൽ പിന്നെയും താഴെ നമ്മൾ ഒരു ഇഫ് കൊടുക്കാം. ഇഫ് സി ചെക്ക് ചെയ്യണം, സി എനെക്കാട്ടിലും വലുതാണോ എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ സി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബി. അങ്ങനെയാണെങ്കിൽ printf സി ഇസ് ഗ്രേറ്റർ. യെസ്, ഇല്ല ഇപ്പം നമ്മൾ ഇന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ മൂന്നുമേ ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യാം? അപ്പോൾ ഒന്നും പ്രിന്റ് ആവില്ല, നമുക്ക് അറിയില്ലല്ലോ. സോ മൂന്നുമേ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലോ. സോ ഇഫ് എ ഈക്വൽ ടു ബി, നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിലെ രണ്ട് വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ അത് ഈക്വൽ ആണോന്നോ ഗ്രേറ്റർ ദാൻ ആണോ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഈക്വൽ ടു യൂസ് ചെയ്യും, ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഒരു ഈക്വൽ ടു യൂസ് ചെയ്താൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഒരു വാല്യൂവിനെ ഇന്നൊരു വേരിയബിളിന് അസൈൻ ചെയ്യാനുള്ള ഓപ്പറേറ്റർ ആണ് ഈക്വൽ ടു. ചെക്ക് ചെയ്യുമ്പോൾ വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ രണ്ട് ഈക്വൽ ടു യൂസ് ചെയ്യണം. സോ എ ഈക്വൽ ടു ബി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആംപർസൻഡ് ഓൾസോ എ ഈക്വൽ ടു സി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ printf numbers are equal അങ്ങനെയാണ് പ്രിന്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ 3 നമ്പേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് നോക്കാം. എ ഗ്രേറ്റർ ആയിട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ 15, 12 and 8 എ ഈസ് ഗ്രേറ്റർ, അത് കറക്റ്റായി. ഇപ്പോൾ ആദ്യം ബി ഗ്രേറ്റർ ആയിട്ട് കൊടുത്ത് നോക്കിയാൽ 15, 18 and 12 ബി ഈസ് ഗ്രേറ്റർ. പിന്നെ സി ഗ്രേറ്റർ ആയിട്ട് കൊടുത്ത് നോക്കാം. 17, 19, 25 253. ഓക്കെ, സി ഈസ് ഗ്രേറ്റർ. ഇപ്പോൾ മൂന്നും ഈക്വൽ ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 14, 14, 14 നമ്പേഴ്സ് ആർ ഈക്വൽ. ഇപ്പോൾ ഇതെങ്ങനെ വർക്ക് ആകണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എ കൊടുത്തു, എ പറഞ്ഞത് 14 ആണ്, ഇതും മൂന്നുമേ 14 ആണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യും. 14 ഗ്രേറ്റർ ദാൻ 14 അല്ല, അപ്പോൾ അവിടെ അത് ഫാൾസ് ആയി കഴിഞ്ഞു. പിന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വെളിയിൽ വന്നിട്ട് ഇത് എക്സിക്യൂട്ട് ആകില്ല, കാരണം ഇവിടെ ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് വന്നു. അതുകൊണ്ട് ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ഉള്ളിൽ പോളൂ. ഫാൾസ് ആയ കാരണം വെളിയിൽ വന്നു. ഇതും ഫാൾസ് ആണ്, എ ഗ്രേറ്റർ ദാൻ സിയും അല്ല. സോ അത് ഫാൾസ് ആയി. അടുത്ത സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത ഇഫ് ബി ഗ്രേറ്റർ ദാൻ എ ആണോ എന്ന് ചെക്ക് ചെയ്തു, അതും ഫാൾസ്. ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്തു, അതും ഫാൾസ്. സോ ഇതിന്നും വെളിയിൽ വന്നു. പിന്നെ സി ഗ്രേറ്റർ ദാൻ എ, 14 ഗ്രേറ്റർ ദാൻ 14 അല്ല, സി ഗ്രേറ്റർ ദാൻ ബിയും അല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ആകില്ല. പുറത്ത് വന്നിട്ട് അടുത്ത ഇഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ എ ഈക്വൽ ടു ബി ആണോ എന്ന് നോക്കും. സോ 14 ഈക്വൽ ടു 14 ആണ്. ഓൾസോ എ ഈക്വൽ ടു സി ആണോ എന്ന് ചെക്ക് ചെയ്യണം. 14 ഈക്വൽ ടു 14 ആണ്. സോ നമ്പേഴ്സ് ആർ ഈക്വൽ പ്രിന്റ് ചെയ്തു. ഇവ നമ്മൾ ഈക്വൽ അല്ലാണ്ട് നമ്പർ കൊടുത്ത് നോക്കിയാൽ, ഇപ്പോൾ ഫസ്റ്റ് രണ്ട് എയും ബിയും സെയിം കൊടുക്കാം. 14, 2 ഒന്നും പ്രിന്റ് ആയില്ല. കാരണം ഇപ്പം ഞാൻ ഇതിനെക്കാട്ടിലും ഗ്രേറ്റർ നമ്പർ 14നെക്കാട്ടിലും ഗ്രേറ്റർ നമ്പർ ഇവിടെ കൊടുത്തു എന്ന് വെച്ചാൽ സി ഈസ് ഗ്രേറ്റർ എന്ന് പ്രിന്റ് ചെയ്യും. പക്ഷേ ഞാൻ അതിനെക്കാട്ടിലും ചെറിയ നമ്പറാണ് കൊടുത്തത്. അതുകൊണ്ട് അങ്ങനെ ഒരു കണ്ടീഷനേ ഇല്ല, ഇവിടെ എക്സിക്യൂട്ട് ആകില്ല. എ ഈക്വൽ ടു ബി ഇത് ട്രൂ ആകും. പക്ഷേ എ ഈക്വൽ ടു സി ആണോ നോക്കിയാൽ ഫാൾസ് ആണ്. അപ്പം നമ്മൾ ആ ഫാൾസ് ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നൊരു കണ്ടീഷൻ നമ്മളിപ്പോൾ വരയ്ക്കും കൊടുത്തിട്ടില്ല. സോ അതിന് വന്നിട്ട് നമ്മൾ എൽസ് യൂസ് ചെയ്യും. അത് നമ്മൾ അടുത്ത ഇതിൽ നോക്കാം. സോ ഇവിടെ വന്നിട്ട് ഇഫ് എ കണ്ടീഷൻ ഇസ് ട്രൂ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ ഇഫിൻ്റെ യൂസ്. ഇപ്പം നമ്മൾ ഇഫ് എൽസ് എന്താന്ന് നോക്കാം. യെസ്, ഇഫ് എൽസിൽ വന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് ട്രൂ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആകും. ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് ഫാൾസ്, അതായത് എൽസ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ അത് എക്സിക്യൂട്ട് ആകും. സോ ഇതാണ് മെയിൻ ഡിഫറൻസ്. ഇഫ് ആണെങ്കിൽ ട്രൂ ആയിരിക്കുമ്പോൾ ഉള്ളതും ഇഫ് എൽസ് ആണെങ്കിൽ ട്രൂ ആയിരിക്കുമ്പോൾ ഇഫ് ബ്ലോക്കിലുള്ളത് എക്സിക്യൂട്ട് ആകും. ഫാൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്കിലുള്ളത് എക്സിക്യൂട്ട് ആകും. ഇപ്പോൾ
ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇഫ് എൽസിനുള്ള എക്സാമ്പിൾ എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ഏജ് ഒന്ന് എൻറ്റർ ചെയ്തിട്ട് നമ്മൾ എലിജിബിൾ ആണോ വോട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. സോ ഇഫ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ എലിജിബിൾ ടു വോട്ടും, ലെസ് ദാൻ 18 ആണെങ്കിൽ നോട്ട് എലിജിബിൾ ടു വോട്ടും. സോ ഇഫിന് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സും എൽസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ കൊടുക്കാം. സോ ഇൻറ്റ് ഏജ് എന്ന് ഡിക്ലെയർ ചെയ്യാം. പ്രിന്റ് എഫിൽ enter your age കൊടുത്തിട്ട് സ്കാൻ എഫിൽ വാങ്ങാം. %d, %age. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഏജ് വാങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ചെക്ക് ചെയ്യാം. ഇഫ് ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിലും 18 അബവ് ആണെങ്കിലും ഒരു പ്രിന്റ് എഫ് eligible to vote. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ 12 കൊടുത്തു എന്ന് വെച്ചാൽ അതിന് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമ്മൾ ഏജിബിൾ ആണോ അല്ലയോ എന്ന് പറയണ്ടേ. സോ ഉള്ളിൽ പോയ ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ എലിജിബിൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത് നമ്മൾ എൽസ് ബ്ലോക്കിൽ കൊടുക്കണം. എൽസും അതേപോലെ തന്നെ, ബട്ട് ഓപ്പോസിറ്റ് ഫാൾസ് ആണെങ്കിൽ പ്രിന്റ് എഫ് നോട്ട് eligible to vote. Again, ഇപ്പോൾ സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഇപ്പോൾ ഏജ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ 55 എന്ന് കൊടുത്താൽ എലിജിബിൾ ടു വോട്ട് വന്നു. അല്ല, ഞാൻ 12 കൊടുത്താൽ നോട്ട് എലിജിബിൾ ടു വോട്ട് വന്നു. ഇവിടെ എന്താ നടക്കണം നോക്കാം. ഞാൻ 12 വന്നിട്ട് ഏജിൽ പോയി സ്റ്റോർ ആകും. അപ്പോൾ ഇവിടെ 12 ആണ് വരെ, ഏജിൻ്റെ സ്ഥലത്ത് 12 വരും. സോ 12 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്ന് ചെക്ക് ചെയ്യും. അല്ല, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ആകില്ല. അപ്പോൾ അവിടെ ഫാൾസ് ആയ കാരണം എൽസ് ബ്ലോക്കിൽ വരും നേരെ. അപ്പോൾ എൽസ് ബ്ലോക്കിൽ വന്നിട്ട് ഇവിടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകും. ഇവിടെ കണ്ടീഷൻ ഇല്ല. ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്ക്, അല്ലെങ്കിൽ എൽസ് ബ്ലോക്ക്. സോ ഇറ്റ് ഇസ് ഐദർ ട്രൂ ഓർ ഫാൾസ്. അപ്പോൾ രണ്ടിലേതോ ഒന്ന് കൺഫേം ആയിട്ട് എക്സിക്യൂട്ട് ആകും. അതാണ് ഇഫ് എൽസ്. ഇപ്പോൾ അടുത്തത് ലാഡർ ഇഫ് എൽസ് എന്താണെന്ന് നോക്കാം. ലാഡർ ഇഫ് എൽസ് പറഞ്ഞാൽ ഇഫ് ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ എൽസ് പിന്നെയും നമ്മൾ ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ പിന്നെ ഒരു കണ്ടീഷൻ കൊടുക്കണം. സോ വെറും എൽസ് കൊടുത്താൽ നമുക്ക് കണ്ടീഷൻ കൊടുക്കാൻ പറ്റില്ല. ഇഫ് ഇറ്റ് ഇസ് ട്രൂ ആണെങ്കിൽ ഇഫ്, ഫാൾസ് ആണെങ്കിൽ എൽസ്. ഇങ്ങനെ ലാഡർ ഇഫ് എൽസിൽ നോക്കിയാൽ നമുക്ക് പിന്നെയും കുറേ കണ്ടീഷൻസ് വെച്ച് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇഫ് എൽസിൻ്റെ ഇന്നൊരു എക്സ്റ്റൻഷൻ ആണ്. ഇവിടെ മൾട്ടിപ്പിൾ കേസസ് വന്നിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കണ്ടീഷൻസിൻ്റെ കൂടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇവിടെ നിറയെ നമുക്ക് എത്ര വേണമെങ്കിലും നിറയെ ഇഫ് ബ്ലോക്സ് ഇവിടെ പോസിബിൾ ആണ്. ഇഫ് ബ്ലോക്സ് എന്ന് വെച്ചാൽ എൽസ് ഇഫ് ബ്ലോക്സ്, എൽസ് ഇഫ് എന്ന് പറഞ്ഞ ബ്ലോക്സ് ഇവിടെ പോസിബിൾ ആണ്. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളൊരു നമ്പർ വാങ്ങാം. ഇൻറ്റ് നം ഓക്കെ നം printf %d, printf enter a number, scanf %d, num. ഓക്കെ, ഇപ്പം നമ്മൾ ഇഫ് എൽസ് ഇഫ് ഇങ്ങനെ എൽസ് ഇഫ് ബ്ലോക്സ് യൂസ് ചെയ്ത് നിറയെ കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇഫ് നമ്പർ ഈക്വൽ ടു 10 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പ്രിന്റ് എഫ് ഈക്വൽ ടു 10. ഇതല്ലെങ്കിൽ എൽസ് പിന്നെ എന്തായിരിക്കും. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മളൊരു 3 പോസിബിലിറ്റി വെക്കാം. നമ്പർ ഈക്വൽ ടു 10 ആയിരിക്കണം, നമ്പർ ഈക്വൽ ടു 100 ആയിരിക്കണം, നമ്പർ ഈക്വൽ ടു 200 ആയിരിക്കണം എന്നുള്ള 3 പോസിബിലിറ്റി വെക്കാം. ഓക്കെ, ഈ 3 പോസിബിലിറ്റിയിൽ ഓക്കെ ആണെങ്കിൽ അത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റും, അതല്ലെങ്കിൽ ലാസ്റ്റ് എൽസിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകും. സോ എൽസ് ഇഫ് നം ഈക്വൽ ടു 100 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പ്രിന്റ് എഫ് ഈക്വൽ ടു 100 എൽസ്. പിന്നെയും എൽസ്
ഇത് രണ്ടും അല്ലെങ്കിൽ എൽസ് പിന്നെ ഒരു കണ്ടീഷൻ കൊടുക്കാം. ഇഫ് നമ്പർ ഈക്വൽ ടു 200 ആണെങ്കിൽ പ്രിന്റ് എഫ് പിന്നെയും പ്രിന്റ് ചെയ്യാം ഈക്വൽ ടു 200. ഓക്കെ, ഇപ്പം നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ തീരുന്നു. നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് അത് 10 ആയിരിക്കണം, അല്ലെങ്കിൽ 100 ആയിരിക്കണം, അല്ലെങ്കിൽ 200 ആയിരിക്കണം. ഇതൊന്നും അല്ലാന്ന് വെച്ചാൽ ലാസ്റ്റ്, അതായത് നമ്മുടെ ഇഫ് കണ്ടീഷൻസ് ഉള്ള നമ്മൾ ചെക്ക് ചെയ്യാൻ പോണ എല്ലാ കണ്ടീഷൻസും തീർന്നു എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞു. പിന്നെ എൽസ് ബ്ലോക്കിൽ ഫൈനലായിട്ട് ഡീഫോൾട്ട് ആയിട്ട് ഇതൊന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എഫ് നോട്ട് ഈക്വൽ ടു 10, 100, 200 എന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇത് സേവ് ചെയ്ത് യെസ്. ഇപ്പോൾ ഞാൻ 100 കൊടുക്കാം. ഐ മേഡ് എ മിസ്റ്റേക്ക്. എന്താന്ന് വെച്ചാൽ ഇവിടെ ഒന്നും പ്രിന്റ് ആയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ സ്റ്റോർ ആയിട്ടില്ല. ഞാൻ സ്കാനഫിൽ ആംപേഴ്സൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്പർ വന്നിട്ട് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ആയില്ല. സോ ആംപേഴ്സൻഡ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇവിടെ ആംപേഴ്സൻഡ് നമ്പർ കൊടുത്താൽ ഈ പറഞ്ഞ വേരിയബിൾ പോയിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂ സ്റ്റോർ ആകുള്ളൂ. ഓക്കെ, സേവ് ചെയ്ത് ഇപ്പോൾ കൊടുക്കാം. യെസ്, 100 ഇപ്പോൾ ഈക്വൽ ടു 100 പ്രിന്റ് ആയി. ഇപ്പോൾ എന്താ ചെയ്യുന്നത്, അവർ പറഞ്ഞ വേരിയബിൾ പോയി സ്റ്റോർ ആയി 100 ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്തു, ഫാൾസ് ആയി. അപ്പോൾ അടുത്ത എൽസ്, അതല്ലെങ്കിൽ ഇത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണല്ലോ, അപ്പോൾ ഇതിൽ എൽസിൽ പോയി. എൽസിൽ പിന്നെയും നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കണ്ടേ, ഇഫിൽ ഈക്വൽ ടു 100 ആണോ എന്ന് ചെക്ക് ചെയ്തു, അപ്പോൾ ഈക്വൽ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ ഇത് ഫാൾസ് ആണെങ്കിൽ മാത്രമേ ഈ എൽസിഫും ഈ എൽസും ഒക്കെ ചെക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് കഴിഞ്ഞു, അതിന്റെ സ്കോപ്പ് പറയുന്നത് കഴിഞ്ഞു, ഇതോടെ കഴിഞ്ഞു. പിന്നെ അത് ഇവിടെ എൽസ് ആണെങ്കിൽ, ഇവിടെ ഫാൾസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത എൽസിലേക്ക് വരുള്ളൂ. സോ ഇറ്റ് ഇസ് ഓവർ. ഇപ്പോൾ നമ്മൾ ഇതൊന്നും ഈ മൂന്നും അല്ലാത്തൊരു വാല്യൂ കൊടുത്ത് നോക്കാം. 55. സോ നോട്ട് ഈക്വൽ ടു 10, 100, 200. അപ്പോൾ ഇങ്ങനെ ഈ നോട്ട് ഈക്വൽ ടു കൊടുത്ത എൽസിലുള്ള സ്റ്റേറ്റ്മെന്റ് എപ്പോൾ എക്സിക്യൂട്ട് ആകുമെന്ന് വെച്ചാൽ ഈ ഇഫ് കണ്ടീഷൻസ് ഒന്നും ട്രൂ അല്ലെങ്കിൽ മാത്രമേ എൽസ് എക്സിക്യൂട്ട് ആക്കുള്ളൂ. സോ ഇതൊക്കെ ഈ എല്ലാ ലൈനും എല്ലാ എൽസ് ഇഫ് ബ്ലോക്കും അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എൽസിലേക്ക് പോവുള്ളൂ. സോ ഇതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഇഫ് എൽസ്, ലാഡർ ഇഫ്. അടുത്തത് നമ്മൾ നോക്കാൻ പോണത് നെസ്റ്റഡ് ഇഫ് എൽസ് ആണ്. നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് വെച്ചാൽ ഇഫ് എൽസ് ബ്ലോക്സ് ഉണ്ടാകും, ഒരു ഇഫ് ബ്ലോക്കും ഒരു എൽസ് ബ്ലോക്കും ഉണ്ടാകും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര ഇഫ് എൽസ് ബ്ലോക്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലൊരു സീരീസ് ഓഫ് ഡിസിഷൻസ് നമ്മൾ കൊണ്ടുവരാൻ നോക്കുമ്പോൾ നെസ്റ്റഡ് ഇഫ് എൽസ് യൂസ് ചെയ്യുന്നത് കുറേ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് നോക്കിയില്ലേ ഗ്രേറ്റർ നമ്പർ, അതുവേ നമ്മൾ ഇങ്ങനെ നെസ്റ്റഡ് ഇഫ് എൽസിൽ ഇട്ടിട്ട് നോക്കാം. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 3 ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്തു. ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ എ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, സെക്കൻഡ് വന്നിട്ട് ബി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, തേർഡ് വന്ന് സി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്തു. ഇപ്പം നമ്മൾ 3ഉം കൂടി ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ എ, ബി, സി ഡിക്ലെയർ ചെയ്തു. നമ്മളോട് ഓക്കെ, പ്രിന്റ് എൻ്റർ നമ്പേഴ്സ്, സ്കാനഫ് %d, comma, ampersand a, comma, ampersand b, comma, ampersand c. ഓക്കെ, ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഇഫ് ബ്ലോക്കും ഒരു എൽസ് ബ്ലോക്കും ഇട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും നോക്കാൻ. ഇഫ് സംതിങ് അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ആകും, എൽസ് ദിസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആകും. ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കാൻ പോണ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കാൻ പോകണം. അതാണ് നെസ്റ്റഡ് ഇഫ് എൽസ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അടുത്ത നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് നമ്മൾ അവിടെ ചെയ്തത്. ഇതിലെ ഇഫ് കണ്ടീഷനിൽ നമ്മൾ നോക്കിയപ്പോൾ 2 കണ്ടീഷൻസ് ചെക്ക് ചെയ്തു എ ഗ്രേറ്റർ ആവാൻ. രണ്ടുമേ ഒരേ ഇഫിൽ നമ്മൾ കൊടുത്തു, ലോജിക്കൽ ആൻഡ് വെച്ചിട്ട് എ ഗ്രേറ്റർ ദാൻ ബിയും എ ഗ്രേറ്റർ ദാൻ സിയും. നമ്മൾ ഇവിടെ നെസ്റ്റഡ് ഇഫ് എൽസ് യൂസ് ചെയ്യുന്ന കാരണം ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഉള്ളിൽ വേറൊരു ഇഫ് കൊടുക്കാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി അഗൈൻ യു ആർ ചെക്കിംഗ് എ ഗ്രേറ്റർ ദാൻ സി. സോ ഇങ്ങനെ കൊടുത്താൽ 2 കണ്ടീഷനും ചെക്ക് ആകും. ഇത് ലോജിക്കൽ ആൻഡ് പോലെ തന്നെയാണ് വർക്ക് ആകുക. ഇത് ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഫസ്റ്റ് ഇത് നോക്കും. സോ ഇത് ട്രൂ ആണെങ്കിൽ
പ്രിന്റ് ചെയ്യാം. എ ഇസ് ഗ്രേറ്റർ. ഓക്കെ, ഇത് ട്രൂ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എൽസ്, പിന്നെ ഉള്ളിലൊരു എൽസ് കൊടുക്കാം. എൽസ് എ ഗ്രേറ്റർ ദാൻ ബി ആണ്. ഓക്കെ, അപ്പോൾ അത് ട്രൂ ആയി. എ ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കി, അത് ട്രൂ ആണെങ്കിൽ എ ഗ്രേറ്റർ എന്ന് പ്രിന്റ് ചെയ്യാം. എ ഗ്രേറ്റർ ദാൻ സി അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ നോക്കിയാൽ എ വന്നിട്ട് 100ഉം ബി വന്നിട്ട് 50ഉം സി വന്നിട്ട് 200ഉം കൊടുത്തു എന്ന് വെച്ചോ. ഇപ്പോൾ 100, അതായത് ഒരു സെക്കൻഡ്, യെസ്, ഇപ്പോൾ 100 ഗ്രേറ്റർ ദാൻ 50 ആണോ എന്ന് ചെക്ക് ചെയ്തു. എ ഗ്രേറ്റർ ദാൻ ബി, അത് ട്രൂ ആയി, അപ്പോൾ ഉള്ളിൽ വന്നു. എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്തു. 100 ഗ്രേറ്റർ ദാൻ 200 അല്ല, അപ്പോൾ ഇത് ഫാൾസ് ആയി. അപ്പോൾ നമുക്ക് അടുത്തത് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? അത് ഒബ്വിയസ്ലി അത് സി ആണ് ഗ്രേറ്റർ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണ്, അത് ട്രൂ ആയി. ഇപ്പോൾ ഈ ബ്ലോക്കിന്റെ കഴിഞ്ഞു. ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ സി ആണ് അല്ല, അപ്പോൾ സി ഗ്രേറ്റർ ആണ് നമുക്കറിയാം. സോ അവിടെ പ്രിന്റ് സി ഇസ് ഗ്രേറ്റർ. ഓക്കെ, ഇപ്പോൾ ഇതൊന്നും അല്ല, എ ഗ്രേറ്റർ ദാൻ ബി അല്ല, ഇവിടെ 10 ആണെന്ന് വെച്ചോളൂ. എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫാൾസ് ആയി, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോവില്ല. അപ്പോൾ നമ്മൾ എൽസിൽ വരും. എൽസിൽ വന്നിട്ട് പിന്നെയും ചെക്ക് ചെയ്യണം. എ ഗ്രേറ്റർ ദാൻ ബി അല്ല എന്ന് അറിഞ്ഞു, അപ്പോൾ നമ്മൾ അടുത്ത എന്താ ചെക്ക് ചെയ്യേണ്ടത്? സി ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇഫ് സി ഇസ് ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, എന്തുകൊണ്ട് നമ്മൾ സി ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ബി ഗ്രേറ്റർ ആണ് നമുക്ക് ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. എനെക്കാട്ടിലും ബി ഗ്രേറ്റർ ആണ്. പിന്നെ ബിയും സിയും കമ്പയർ ചെയ്താൽ മാത്രം മതി, എ നമുക്ക് വേണ്ട ഇനി. അപ്പോൾ സി ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യാം? സി ഇസ് ഗ്രേറ്റർ. അല്ല, സി ബിനെക്കാട്ടിലും സ്മോൾ ആണെങ്കിൽ ഓബ്വിയസ്ലി എൽസ് ബി ഇസ് ഗ്രേറ്റർ. ബി ഇസ് ഗ്രേറ്റർ. ഓക്കെ, ഇത് സേവ് ചെയ്യാം, ഇത് വേണ്ട. ഓക്കെ, ഇപ്പോൾ നമ്പർ എൻ്റർ ചെയ്യാം. 10, 20, 30. സി ഇസ് ഗ്രേറ്റർ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചെക്ക് ചെയ്യും എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന്. 10 ഗ്രേറ്റർ ദാൻ 20 അല്ല, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എൽസിൽ പോകും. എൽസിൽ പോയിട്ട് സി ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് ചെക്ക് ചെയ്യും. 30 ഇസ് ഗ്രേറ്റർ ദാൻ 20, അപ്പോൾ സി ഇസ് ഗ്രേറ്റർ എന്ന് പ്രിന്റ് ചെയ്തു. ഇപ്പം നമ്മൾ എ, ഓക്കെ, സോ ഇതാണ് if else, ladder if, nested if else. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ പോലെ ഇവിടെ നോക്കിയല്ലോ, കണ്ടീഷണൽ ബ്രാഞ്ചിങ്ങിൽ വന്നിട്ട് 4 എണ്ണം കഴിഞ്ഞു. ഇപ്പോൾ അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ്ങിൽ നമുക്ക് സ്വിച്ച് ഉണ്ട്. അപ്പോൾ സ്വിച്ച് നോക്കുമ്പോൾ സ്വിച്ച് കേസ് എന്താന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഇഫ് എൽസ് ഇഫ് ലാഡറിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നിറയെ കണ്ടീഷൻസ്, നിറയെ നമ്മുടെ എൽസ് ഇഫ് ബ്ലോക്ക് യൂസ് ചെയ്തല്ലോ ഇവിടെ. അതായത് നിറയെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനുണ്ട്. ഇത് വന്നിട്ട് ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നിറയെ കണ്ടീഷൻസ് നമുക്ക് ഒരേ വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൽസ് ഇഫ് ബ്ലോക്സ് യൂസ് ചെയ്യുമല്ലോ. സോ ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് സ്വിച്ച് കേസ്. ഇവിടെ വന്നിട്ട് നമുക്ക് നിറയെ ഓപ്പറേഷൻസ്, നിറയെ പോസിബിലിറ്റീസിൻ്റെ കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എക്സ്പ്രഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ സ്വിച്ച് വേരിയബിൾ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്വിച്ച് ഇവിടെ കണ്ടീഷൻ കൊടുക്കണം നമ്മൾ. ഈ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വേരിയബിൾ കൊടുക്കും. ആ വേരിയബിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷൻ വന്നിട്ട് ഒന്നെങ്കിൽ ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കണം. അത് വന്നിട്ട് ഈ വാല്യൂസിൻ്റെ കൂടെ മാച്ച് ആകുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേസ് വാല്യൂസും അതേപോലെ ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കണം, അവൈലബിൾ ഓൺലി ഇൻസൈഡ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിൽ മാത്രമേ ഈ കേസ് വാല്യൂസ് വന്നിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അതിന് വെളിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല ഓബ്വിയസ്ലി. ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അതായത് ഈ കേസ് വാല്യൂ ഇതിൻ്റെ കൂടെ, ഈ എക്സ്പ്രഷൻ്റെ കൂടെ ഈ വാല്യൂ 1 മാച്ച് ആയി എന്ന് വെച്ചാൽ ഇവിടെ കോഡ് വന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മളൊരു കോഡ് കൊടുക്കും. ബ്രേക്ക് വന്നിട്ട് നമുക്ക് ഓപ്ഷണലാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ
ഇവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് fall through പറഞ്ഞിട്ട്. fall through എന്താന്ന് വെച്ചാൽ ട്രൂ ആകണ വരെ ഈ കേസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്താ പറയുക, ഇപ്പോൾ ട്രൂ ആയി, ഇപ്പോൾ വാല്യൂ 2 വന്നിട്ട് ട്രൂ ആയി എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കേസും എക്സിക്യൂട്ട് ആകും. അതാണ് fall through. all the cases executed present after the matched case. അപ്പോൾ അതിനാണ് fall through പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. നമ്മളിപ്പോൾ രണ്ട് നമ്പേഴ്സ് വാങ്ങാം. int x equal to 10 y equal to 5. ഓക്കെ, ഇപ്പോൾ സ്വിച്ച് പറഞ്ഞ കീവേഡ് നമ്മൾ യൂസ് ചെയ്യണം. സ്വിച്ച് ഓഫ്, ഇവിടെ എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കാൻ പോകണം. എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്പ്രഷൻ തന്നെ നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും എല്ലാം യൂസ് ചെയ്ത് നമുക്ക് വേണ്ട കണ്ടീഷൻ പോലത്തെ നമുക്കൊരു എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കാൻ പോകണം. സോ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓൾസോ ഇറ്റ് ഹാസ് ടു ചെക്ക് എക്സ് പ്ലസ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ എന്താ 3 ടൈപ്സ് ഉണ്ട്. അതായത് ഒന്ന് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചെക്ക് ചെയ്യണം. ഓൾസോ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത് ബ്രാക്കറ്റിലിടാം. ഇത് ഒരു തനി കണ്ടീഷനാണ്. ഓക്കെ, യെസ്. ഇപ്പോൾ സ്വിച്ചിൽ എന്താ നടക്കും നോക്കാം. ഇപ്പോൾ കേസ് 1 ആണെങ്കിൽ, അതായത് നമുക്കറിയാം ഇവിടെ നമ്മൾ ആംപർസെൻറ്റും ഗ്രേറ്റർ ഇതൊക്കെ ലോജിക്കൽ റിലേഷനിലും ആയ കാരണം നമ്മൾ ചെക്ക് ചെയ്യാണ്. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ ഇറ്റ് ഇസ് ട്രൂ, അപ്പോൾ 1 എന്നും വരും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ കേസ് 1 ആണെങ്കിൽ പ്രിന്റ് ചെയ്യാം, printf ട്രൂ. ഓക്കെ, ഇപ്പോൾ ബ്രേക്ക് കൊടുക്കണം. ട്രൂ. ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ബ്രേക്ക് കൊടുത്താൽ എന്താവുമെന്ന് വെച്ചാൽ, ബ്രേക്ക് നമ്മൾ അടുത്തതിൽ നോക്കാം. ബ്രേക്ക് കൊടുത്താൽ ആക്ച്വലി എന്താ ആകുമെന്ന് വെച്ചാൽ സ്വിച്ചിൽ നിന്ന് തന്നെ വെളിയിൽ വന്നളയും. സോ കേസ് 2 പ്രിന്റ്, അതായത് കേസ് 2 അല്ല, കേസ് 0. അതായത് ഫാൾസ് ആണെങ്കിൽ പ്രിന്റ് ഫാൾസ്, അവിടെയും ബ്രേക്ക് ചെയ്യാം. പിന്നെ സ്വിച്ചിൽ ആക്ച്വലി ഇന്നൊരു ഇത് എന്താന്ന് വെച്ചാൽ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഒരു വാല്യൂ കൊടുക്കും. ചിലപ്പോൾ അത് ട്രൂ ആയിരിക്കില്ല, ഫാൾസും ആയിരിക്കില്ല, ചെക്ക് ചെയ്യാൻ പറ്റിയില്ല ചില ഇഷ്യൂസ് കൊണ്ടെന്ന് വെച്ചാൽ ഡീഫോൾട്ടായിട്ട് നമ്മളൊരു വാല്യൂ കൊടുക്കാം. ഡീഫോൾട്ട് പറഞ്ഞ കീവേഡ് കൊടുത്തിട്ട് അവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും. ഇതിന് ബ്രേക്ക് ആവശ്യമില്ല, കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ സ്വിച്ച് കേസ് വന്നിട്ട് എക്സിറ്റ് ആയിക്കോളും. അപ്പോൾ അതിൻ്റെ ബ്രേക്കിൻ്റെ ആവശ്യമില്ല. printf default value. ഓക്കെ, അത്രയേ ഉള്ളൂ സ്വിച്ച് കേസ്. ഇപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ ട്രൂ എന്ന് വന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ എന്ന് ചെക്ക് ചെയ്യും. 10 ഗ്രേറ്റർ ദാൻ 5 ആണ്, അത് ട്രൂ ആയി. സോ ആംപർസെൻറ്റ് എക്സ് പ്ലസ് വൈ, 10 പ്ലസ് 5 വന്നിട്ട് 15 ആണ്. 15 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നും ചെക്ക് ചെയ്യണം. അതായത് രണ്ടും ആഡ് ചെയ്താൽ അതൊരു പോസിറ്റീവ് നമ്പർ ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ അതും ട്രൂ ആണ്, ഇതും ട്രൂ ആണ്. സോ കേസ് 1 ആയത് ട്രൂ എന്ന് പ്രിന്റ് ചെയ്തു. ഇപ്പം നമ്മൾ വൈ വാല്യൂ വന്നിട്ട് നമ്മൾ നെഗറ്റീവിൽ കൊടുക്കാം. അതായത് എക്സ് പ്ലസ് വൈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഫാൾസ് ആകണം മാതിരി. സോ -19. ഓക്കെ, ഇപ്പം നോക്കുമ്പോൾ ഫാൾസ് എന്ന് പ്രിന്റ് ആയി. എന്താന്ന് വെച്ചാൽ 10 ഗ്രേറ്റർ ദാൻ -19 ആണോ എന്ന് ചോദിച്ചാൽ അത് ട്രൂ ആണ്. 10 ഇസ് ഒബ്വിയസ്ലി ഇറ്റ്സ് എ പോസിറ്റീവ് നമ്പർ, അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ -19 ആണ്. പക്ഷേ എക്സ് പ്ലസ് വൈ നോക്കിയാൽ 10 പ്ലസ് -19 എന്ന് ചെയ്താൽ നമുക്ക് നെഗറ്റീവിൽ പോകും, അത് ഗ്രേറ്റർ ദാൻ 0 അല്ല. അതുകൊണ്ട് കേസ് 1 അല്ലാതെ കേസ് 0 പോകും. സോ മാച്ച് ആകണ വരെ ഓരോ കേസും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. കേസ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യും. അല്ല, കേസ് 0 ആണെങ്കിൽ ഫാൾസ് പ്രിന്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്താൽ ഈ ബ്ലോക്കിന്റെ വെളിയിൽ, സ്വിച്ച് കേസിന്റെ ബ്ലോക്കിന്റെ വെളിയിൽ വരും. സോ ഇതാണ് സ്വിച്ച് കേസ്. ഇപ്പം നമ്മൾ ഇന്നൊരു എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ സ്വിച്ചിനെ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യാതെ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെയെന്ന് നമ്മൾ നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ബ്രേക്ക് വന്നിട്ട് ഓപ്ഷണലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്പർ വാങ്ങാം നമ്മൾ. സോ scanf
%d, %n. ഓക്കെ, ഈ നമ്പർ വാങ്ങി. ഇപ്പം ഞാൻ ഈ നമ്പറിനെ ഇതിൽ പാസ് ചെയ്യണം. ഓക്കെ, എന്നാൽ നമ്മൾ റൂൾസിൽ നോക്കിയില്ലേ, ഒന്നുകിൽ ഈ നമ്പർ ഒരു വേരിയബിൾ വന്നിട്ട് ഇതിനാണ് നമ്മൾ സ്വിച്ച് വേരിയബിൾ, സ്വിച്ച് വേരിയബിൾ എന്ന് പറയാ. അപ്പോൾ ഈ സ്വിച്ച് വേരിയബിൾ വന്നിട്ട് ഒന്നുകിൽ ഒരു ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കണം. നമ്മൾ നേരത്തെ നോക്കിയ എക്സാമ്പിൾ വന്നിട്ട് ഇൻറ്റീജർ ടൈപ്പ് ആണ്, കാരണം അത് ട്രൂ ഓർ ഫാൾസ് ആയ കാരണം 0 or 1 വരുള്ളൂ. അത് ഇൻറ്റീജർ ടൈപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ക്യാരക്ടർ വേരിയബിൾ ആയിരിക്കണം. നമ്മളിവിടെ ഇൻറ്റ് കൊടുത്ത കാരണം ഇറ്റ്സ് എൻ ഇൻറ്റീജർ വേരിയബിൾ. അപ്പോൾ ഈ എന്നിൻ്റെ വാല്യൂ വന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സോ കേസ് നമ്മൾ ഇതിന് മുമ്പ് ഒരു എക്സാമ്പിൾ നോക്കി, അതായത് എൽസ് ഇഫ് ലാഡറിന് കേസ് 10 ആണെങ്കിൽ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യും, അല്ല കേസ് 100 ആണെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ കേസ് 200 ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക് കൊടുക്കാതെ നോക്കാം. ഇവിടെ 10 is the value, 100 is the value. ഓക്കെ, 200 വന്നിട്ട് നമ്മളിത് കൊടുക്കാം. സോ 200 is the value എന്ന് കൊടുക്കാം. ഡീഫോൾട്ടിൽ വന്നിട്ട് നോട്ട് ഈക്വൽ, നമ്മളവിടെ എൽസ് കൊടുത്തില്ലേ. സോ അതായത് ഞാൻ പറഞ്ഞു ലാഡർ ഇഫിൻ്റെ ഇന്നൊരു ടൈപ്പാണ് സ്വിച്ച് എന്നുള്ളത്. സോ ഇവിടെ വന്നിട്ട് നമ്മൾ ലാഡർ ഇഫ് നോക്കുമ്പോൾ എൽസ് ഇഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ആണ് ഇവിടെ എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ എൽസിൽ കൊടുത്തതുപോലെ ഇവിടെ നമ്മൾ ഡീഫോൾട്ട് കൊടുക്കണം. ഇതൊന്നും ട്രൂ അല്ലെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ഹാസ് ടു ഗോ ടു ഡീഫോൾട്ട് വാല്യൂ. അപ്പോൾ നോട്ട് ഈക്വൽ ടു 10, 100 or 200. ഓക്കെ, ഇപ്പോൾ സേവ് ചെയ്യും. ഇപ്പം നമ്മളിവിടെ ബ്രേക്ക് കൊടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം, ബ്രേക്ക് കൊടുക്കാതെയും ഒന്ന് ചെയ്ത് നോക്കാം. കൊടുത്തിട്ട് നോക്കുക. ഇപ്പം ഞാൻ ഒന്നും പ്രിന്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് ഞാൻ വാല്യൂ വാങ്ങണം. സോ 100 കൊടുത്താൽ 100 is the value. ഇതല്ലാതെ ഞാൻ എന്തെങ്കിലും വാല്യൂ എന്ന് കൊടുത്താൽ 500 കൊടുത്താൽ നോട്ട് ഈക്വൽ ടു 10, 100 or 200. ഇപ്പം എന്താ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ 500 കൊടുത്തു, അപ്പോൾ സ്വിച്ച് ഓഫ് 500 എന്ന് കൊടുത്തു എന്ന് വെച്ചാൽ ഇതിൽ ചെക്ക് ചെയ്യും ഈ കേസസിൽ ഏതെങ്കിലും ഈ എന്നിന് ഈക്വൽ ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ കേസ് 10 ആണോ നോക്കും. അപ്പം അല്ല, ഇവിടെ 500 ആണുള്ളത്, അപ്പോൾ ഇതും എക്സിക്യൂട്ട് ആകില്ല, ഇതിനും മാച്ച് അല്ല, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സും എക്സിക്യൂട്ട് ആകില്ല, ഇതും ആകില്ല. സോ ഇറ്റ് ഹാസ് ടു ഗോ ടു ഡീഫോൾട്ട്. അപ്പോൾ നോട്ട് ഈക്വൽ ടു 10, 100 or 200. നമ്മൾ ബ്രേക്ക് ഇല്ലാതെ നോക്കാം, ഒന്നിനും ബ്രേക്ക് വേണ്ട. ബ്രേക്ക് എടുത്തു എന്ന് വെച്ചാൽ യെസ്, ഇപ്പം ഞാൻ 200 കൊടുക്കാം. യെസ്, ഇപ്പോൾ എന്താ ചെയ്യുക, ഞാൻ ഫോൾ ത്രൂ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കേസ് ട്രൂ ആയി എന്ന് വെച്ചാൽ ആ കേസ് തൊട്ട് പിന്നെ ഡീഫോൾട്ട് വരയ്ക്കും എന്തൊക്കെ കേസസ് ഉണ്ടോ എല്ലാമേ എക്സിക്യൂട്ട് ആകുമെന്ന് പറഞ്ഞു. അതാണ് ഫോൾ ത്രൂ. ബ്രേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 200 കൊടുത്ത കാരണം എന്നിൻ്റെ വാല്യൂ 200 ആണ്. 10ൻ്റെ കൂടെ ചെക്ക് ചെയ്തു, നോട്ട് ഈക്വൽ ആണ്, അപ്പോൾ ഇത് എക്സിക്യൂട്ട് ആകില്ല. 100 ചെക്ക് ചെയ്തു, നോട്ട് ഈക്വൽ ആണ്, എക്സിക്യൂട്ട് ആകില്ല. 200ൻ്റെ കൂടെ ചെക്ക് ചെയ്തപ്പോൾ ഈക്വൽ ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയി. പിന്നെ ഇത് ഫോൾ ത്രൂ ആയ കാരണം, ബ്രേക്ക് കൊടുക്കാത്ത കാരണം ഈ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ആകും. ഇപ്പോൾ ഇതേത് ഞാൻ 100 കൊടുത്തു എന്ന് വയ്ക്കാം. 100 കൊടുത്താൽ എന്താവണമെന്ന് വെച്ചാൽ 100 പ്രിൻ്റ് ആയിട്ട് ഫോൾ ത്രൂ, ബ്രേക്ക് കൊടുക്കാത്ത കാരണം 100ഉം 200ഉം ഡീഫോൾട്ടും പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 100 കൊടുത്താൽ 100 is the value, 200 is the value, പിന്നെ നോട്ട് ഈക്വൽ ടു 10, 100 or 200. അതായത് 100 ഈക്വൽ ആയി. അപ്പോൾ അതും അതിനുശേഷമുള്ള എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ, കേസസ് ഉണ്ടോ എല്ലാമേ എക്സിക്യൂട്ട് ആകും. സോ ഇതാണ് ഫോൾ ത്രൂവിൻ്റെ ഒരു എക്സാമ്പിൾ. പിന്നെ നോക്കിയാൽ ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു. ഓക്കെ, ഇത് മൂന്നും നമ്മൾ ഈ യൂസ് ചെയ്ത സ്വിച്ചും പിന്നെ നമ്മൾ ഇനി നോക്കാൻ പോണ ലൂപ്പും, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്,
അതിലൊക്കെ വന്നിട്ട് യൂസ് ചെയ്യണതാണ് ബ്രേക്കും കണ്ടിന്യൂവും ഗോട്ടും ഒക്കെ. അപ്പം ബ്രേക്ക് ഏതിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഫോർ, വൈൽ, ഡു വൈൽ അല്ലെങ്കിൽ സ്വിച്ച് 4 കേസസിൽ യൂസ് ചെയ്യും. 3 ലൂപ്പിലും പിന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സിൽ നോക്കിയാൽ സ്വിച്ചിലും യൂസ് ചെയ്യും ബ്രേക്ക്. കണ്ടിന്യൂ അങ്ങനെയല്ല. കണ്ടിന്യൂ വന്നിട്ട് നമുക്ക് ലൂപ്പിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, നമ്മൾ ഇവിടെ യൂസ് ചെയ്യില്ല. ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രേക്കിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ it transfers the control out of the entire switch. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ സ്വിച്ചിന്റെ വെളിയിലോട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോഗ്രാം കൺട്രോൾ വന്നിട്ട് ഈ സ്വിച്ചിന്റെ വെളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ ബ്രേക്ക് കൊടുത്ത് ഇത് ട്രൂ ആയി, ഇവിടെ ബ്രേക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഇതൊന്നും എക്സിക്യൂട്ട് ആകില്ല. നേരെ ഈ സ്വിച്ചിന്റെ വെളിയിലുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആകും അവിടെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ എൻഡാണത്. സോ ബ്രേക്കിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സ്വിച്ച് കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക് കൊടുത്തു എന്ന് വെച്ചാൽ ഇവിടെ ബ്രേക്ക് ആയി എന്ന് വെച്ചാൽ ഇതൊന്നും നോക്കാതെ സ്വിച്ച് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയുണ്ടോ അത് എക്സിക്യൂട്ട് ആകും. ഇതേ നമ്മൾ കണ്ടിന്യൂ കൊടുത്തു, അതായത് ടു സ്കിപ്പ് സം സ്റ്റേറ്റ്മെന്റ്സ് ഇൻസൈഡ് ദ ലൂപ്പ്, അത് നമ്മൾ ലൂപ്പിൽ നോക്കുമ്പോൾ നമ്മൾ നോക്കാം അത് എങ്ങനെ കണ്ടിന്യൂ വർക്ക് ആകണം എന്നുള്ളത് ലൂപ്സിൽ നോക്കാം. ഗോ ടു വന്നിട്ട് ഒരു നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ലേബൽ യൂസ് ചെയ്യും. ഗോ ടു സ്റ്റേറ്റ്മെന്റ്സിൽ എപ്പോഴും ലേബൽ, ആ ലേബലിലേക്ക് നമ്മൾ കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യണം. സോ ഇത് മൂന്നിനുള്ള എക്സാമ്പിൾ നമുക്ക് ഇപ്പം നോക്കാം. ഇപ്പോൾ int n, sum is equal to 0. ഇപ്പം ഞാനൊരു ഫോർ ലൂപ്പ് ഇടാൻ പോകും. നമ്മൾ ഫോർ ലൂപ്പ് ഒക്കെ കുറച്ച് ഇത് കഴിഞ്ഞതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ബട്ട് ജസ്റ്റ് ഈ ബ്രേക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ലൂപ്പ് ഇടാണ്. സോ ഫോർ i equal to 1, i less than or equal to 10, i plus plus. അതായത് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ i വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, 10 വരയ്ക്കും ഈ ലൂപ്പ് റൺ ആകും. ലൂപ്പ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ലൂപ്പ് എന്ന് പറയാം. അപ്പോൾ ഐന്റെ വാല്യൂ 1 തൊട്ട് 10 വരയ്ക്കും. അപ്പോൾ 10 പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആകും. ഉള്ളിൽ എന്താ എക്സിക്യൂട്ട് ആകണമെന്ന് വെച്ചാൽ printf നമ്മൾ ഒരു നമ്പർ വാങ്ങണം. സോ enter num. ഓക്കെ, ഇപ്പം നമ്മൾ അതിനെ വാങ്ങിയിട്ട് scanf %d, %n, അതായത് ഇവിടെ ഡിക്ലെയർ ചെയ്ത n-ൽ നമ്മൾ സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സം പ്ലസ് ഈക്വൽ ടു n. സം ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സമ്മിൻ്റെ വാല്യൂ ഓൾറെഡി 0 ആണ്. നമ്മളിവിടെ അസൈൻമെന്റ് കമ്പൈൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ സമ്മിന് ഓൾറെഡി ഉള്ള വാല്യൂ, അതായത് 0ന്റെ കൂടെ ഈ വാല്യൂ ആഡ് ചെയ്യും. അപ്പോൾ അടുത്ത ലൂപ്പ് വരുമ്പോൾ ഈ 1 ആയിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു 10 വാല്യൂസിന്റെ സമ്മാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോണത്. സോ ആ 10 വാല്യൂസും സമ്മിന്റെ കൂടെ ആഡ് ആയിട്ടേ വരും. സോ ഫസ്റ്റ് നമ്പർ ആഡ് ആയി കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആഡ് ആകും. അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ എപ്പോൾ ബ്രേക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് നമ്മൾ പോസിറ്റീവ് എനി 10 പോസിറ്റീവ് നമ്പേഴ്സിന്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പോകണമെന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ എൻട്രി ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യണം. സോ അവിടെ നമ്മൾ ചെക്ക് ചെയ്യാം. ഇഫ് n is less than 0 ആണെങ്കിൽ നമ്മൾക്ക് ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ എന്താകും, ഈ ലൂപ്പിന്നേ ബ്രേക്ക് ആകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വിച്ച് കേസ് ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എൻറ്റയർ സ്വിച്ച് എന്നും ബ്രേക്ക് ആയി സ്വിച്ച് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആകും. ഫോർ ആണെങ്കിൽ അതേപോലെ തന്നെ ലൂപ്പിൽ ഏത് ഫോറോ വൈലോ ഡു വൈൽ ഏത് ലൂപ്പിൽ യൂസ് ചെയ്താലും ആ ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആകും. ഇതിനുള്ളിലുള്ളത് പിന്നെ ഒന്നും നോക്കില്ല. ഇവിടെ സം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ബ്രേക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് വെളിയിൽ പോയിട്ട് സം പ്രിന്റ് ചെയ്യും. സോ printf %d, sum. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പോസിറ്റീവ് നമ്പർ തന്നെ 10 പോസിറ്റീവ് നമ്പേഴ്സ് എൻറ്റർ ചെയ്യാം. സോ 1, 2,
3, 4, 5, 6, 7, 8, 9, 10. ഫസ്റ്റ് ഈ 10 നമ്പേഴ്സിൻ്റെയും സം കണ്ടുപിടിച്ചപ്പോൾ 55 നമുക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ഒരു നെഗറ്റീവ് നമ്പർ എൻട്രി ചെയ്തെന്ന് വെച്ചാൽ എന്താവും നോക്കാം. സോ 1, 2, -3. അപ്പോൾ എന്തായി, ഈ കണ്ടുപിടിച്ച 2 + 1 3 ആയി എന്നുള്ളത് സമ്മിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഞാൻ -3 എൻട്രി ചെയ്തപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ എന്താകും, -3 > 0 ആണ്. അതുകൊണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ സമ്മിൻ്റെ വാല്യൂ അത് പിന്നെ ചേഞ്ച് ആയിട്ടില്ല. 1ഉം 2ഉം ആഡ് ചെയ്ത പിന്നെ ചേഞ്ച് ആയിട്ടില്ല. അതുകൊണ്ട് സം വന്നിട്ട് 3 പ്രിൻ്റ് ആയി. അപ്ഡേറ്റഡ് സം പ്രിൻ്റ് ആയിട്ടില്ല, ഇവിടെ സം കണ്ടുപിടിച്ചിട്ടില്ല. സോ അതാണ് ബ്രേക്കിൻ്റെ മെയിൻ യൂസ്. ബ്രേക്ക് വന്നിട്ട് ടു കം ഔട്ട് ഓഫ് എ ലൂപ്പ് ഓർ സ്വിച്ച് കേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതിന് ശേഷമുള്ള എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ കണ്ടിന്യൂ നോക്കുമ്പോൾ അതായത് ലൂപ്പിൻ്റെ ലൂപ്പിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ലൂപ്പിൻ്റെ ബിഗിനിങ്ങിൽ കൺട്രോൾ കൊണ്ടുപോയിട്ട് കൊടുക്കും. ലൂപ്പ് ടെർമിനേറ്റ് ആകില്ല. അതാണ് കണ്ടിന്യൂവിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുന്നത്. ഇപ്പോൾ ഇതേ ലൂപ്പ് യൂസ് ചെയ്യും. നമ്മൾ i = 1, i <, ചെറുത് കൊടുക്കാം, 10 വേണ്ട, 5 കൊടുക്കാം. ഇപ്പോൾ 5 ടൈംസ് ലൂപ്പ് എക്സിക്യൂട്ട് ആകും. എപ്പോൾ എക്സിക്യൂട്ട് ആകാൻ പറ്റില്ല, അതായത് ഏതെങ്കിലും ഇപ്പോൾ ഇഫ് i = 2 ആണെങ്കിൽ നമ്മൾ അവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ വന്നാൽ ഒന്നും ചെയ്യണം എന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ 2 അല്ലെങ്കിൽ printf %d, i /n കൊടുക്കാം. പുതിയ ലൈനിൽ നമ്മൾ പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സേവ് ചെയ്ത് നോക്കിയാൽ യെസ്, ഇവിടെ എന്താ ആകുന്നതെന്ന് വെച്ചാൽ 5 ടൈംസ് ലൂപ്പ് എക്സിക്യൂട്ട് ആകേണ്ടത്. സോ i 1 ആയിരിക്കുമ്പോൾ i = 1, i <= 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. 1 <= 5 ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിൽ വന്നിട്ട് i = 2 ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഫാൾസ് ആണ്. അപ്പോൾ ഉള്ളിലുള്ള കണ്ടീഷൻസ് എക്സിക്യൂട്ട് ആകില്ല. അപ്പോൾ നമ്മൾ i വാല്യൂ പ്രിന്റ് ചെയ്തു. അടുത്തത് i ഇൻക്രിമെൻ്റ് ആകുമ്പോൾ i = 2 ആയി. സോ ഇവിടെ ഇഫ് കണ്ടീഷൻ ഉള്ളിൽ വരുമ്പോൾ i = 2 ചെക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകും. കണ്ടിന്യൂ എക്സിക്യൂട്ട് ആകുമെന്ന് വെച്ചാൽ ഇതിന് ഈ കണ്ടിന്യൂന് പിന്നെ താഴെയുള്ളത് ഒന്നും ചെയ്യാതെ സ്റ്റാർട്ട് ഓഫ് ദി ലൂപ്പിലേക്ക് കൺട്രോൾ കൊടുക്കും. ടെർമിനേറ്റ് ആകില്ല, ബ്രേക്ക് പോലെ ലൂപ്പ് ടെർമിനേറ്റ് ആകില്ല. പക്ഷേ ഇതിൻ്റെ സ്റ്റാർട്ട് ഓഫ് ദി ലൂപ്പിലേക്ക് പിന്നെയും കൺട്രോൾ കൊടുക്കും. അപ്പോൾ ഈ i = 2 പറഞ്ഞത് അവിടെ ഇല്ലാണ്ടായി. നമ്മൾ അതിന് ശേഷമുള്ള ഒരു കണ്ടീഷനും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെയും ഇൻക്രിമെൻ്റ് ആകും. i = 3 ആയി. അപ്പോൾ ഈ കണ്ടീഷൻ ഫാൾസ് ആണ്, പ്രിന്റ് ചെയ്യും. 3, 4, 5 ഇങ്ങനെയുള്ളതൊക്കെ പ്രിന്റ് ചെയ്യും. സോ എന്തെങ്കിലും ഒരു സെറ്റ് ഓഫ് ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസോ നമുക്ക് സ്കിപ്പ് ചെയ്യണം, ഇത് വന്നാൽ നമ്മൾ സ്കിപ്പ് ചെയ്യണം, ഈ വാല്യൂ വന്നാൽ സ്കിപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്യാം. ഇപ്പോൾ ഗോ ടു നോക്കാം. ഗോ ടു വന്നിട്ട് ആക്ച്വലി ഇപ്പോൾ ഒന്നും ആരും യൂസ് ചെയ്യരുത്. പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അധികം യൂസ് ചെയ്യില്ല. കാരണം കുറച്ചുകൂടി കോംപ്ലക്സ് ആണത്. ലൈക്ക് വലിയ വലിയ പ്രോഗ്രാംസ് എഴുതുമ്പോൾ നമ്മൾ ലേബേഴ്സ് കൊടുത്തുകൊണ്ടിരുന്നു. അത് കുറച്ചുകൂടി കഷ്ടമാണ്. അത് ചെയ്യാമല്ലോ. സോ അത് റെക്കമെൻഡഡ് അല്ല യൂസ് ചെയ്യാൻ. എന്നാലും എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇഫ് നമ്മൾ ഐൻ്റെ വാല്യൂ 1 എന്ന് കൊടുക്കാം. ഇത് നമ്മളൊരു ലേബൽ ഡിക്ലെയർ ചെയ്യണോ. ലേബൽ എന്താന്ന് വെച്ചാൽ കൗണ്ട്. അതായത് ലേബൽ എങ്ങനെയെന്ന് കൊടുക്കാന്ന് വെച്ചാൽ ലേബൽ നെയിമും ഫോളോഡ് ബൈ കോളൻ, നോട്ട് സെമി കോളൻ, ഫോളോഡ് ബൈ കോളൻ. അപ്പോൾ ഇതാണ് ലേബൽ നെയിം. കൊടുത്തു എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും. അതായത് ഇവിടെ കണ്ടീഷൻ ഇല്ലാത്ത കാരണം സ്വിച്ച് ചെയ്യണം. നമ്മൾ ഈ കൺട്രോൾ വന്നിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിന് ഇന്നൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് കൺട്രോൾ സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മളിവിടെ കൊടുക്കും, എന്തെങ്കിലും പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാം. സോ %d, i. ഓക്കെ, ഇപ്പോൾ i++, ഇപ്പോൾ if i is <= 10, i വന്നിട്ട് 1 തൊട്ട് 10 വരെ നമ്മൾ ലൂപ്പിൽ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ ഇവിടെ നമ്മൾ ഗോ ടു കൊടുക്കണ കാരണം
ഇങ്ങനെ കൊടുക്കാം. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആകുന്ന വരയ്ക്കും 10 ആകുന്ന വരയ്ക്കും 1 to 10 ആവുന്ന വരയ്ക്കും ഗോ ടു കൗണ്ട് ഗോ ടു അപ്പുറം പിന്നെ ലേബിളിൻ്റെ നെയിം. സോ ഇവിടെ ഇങ്ങനെ നോക്കാം. i ഈക്വൽ ടു 1 ആണ്. ഇത് എക്സിക്യൂട്ട് ആകില്ല. ആദ്യം നമ്മൾ ഇത് എവിടെ കോൾ ചെയ്യണോ, ഈ ലേബലിനെ എവിടെ കോൾ ചെയ്യണോ അപ്പോഴേ ഇത് എക്സിക്യൂട്ട്, ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആകുള്ളൂ. സോ ഇവിടെ നമ്മൾ കോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്, ട്രൂ ആണ്. സോ ഗോ ടു കൗണ്ട്. അപ്പോൾ ഈ ഗോ ടു പറയുന്നത് സ്വിച്ച് ചെയ്യണം. കൺട്രോൾ സ്വിച്ച് ചെയ്യുമ്പോൾ കൗണ്ട് പറഞ്ഞ ലേബലിലേക്ക് കൺട്രോൾ സ്വിച്ച് ചെയ്തു. ഇപ്പോൾ കൗണ്ടിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ആകും. സോ i പ്രിന്റ് ആകും, i ഇൻക്രിമെന്റ് ആകും, i 2 ആയി. പിന്നെ ആദ്യം ഇത് ചെക്ക് ചെയ്യും. 2 is less than or equal to 10 ആണെന്ന് ചെക്ക് ചെയ്യും. പിന്നെയും കൗണ്ട് എന്ന് പറഞ്ഞ ലേബലിലേക്ക് കൺട്രോൾ സ്വിച്ച് ആയി. അപ്പോൾ 2 പ്രിന്റ് ആയിട്ട് പിന്നെയും ഇൻക്രിമെന്റ് ആകും. ഇങ്ങനെ ആയിട്ട് 10 ആകുമ്പോൾ എന്താകും, 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആകുമ്പോൾ 10 പ്രിന്റ് ആകും, i ഇൻക്രിമെന്റ് ആയി 11 ആകും. സോ 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഫാൾസ് ആണ്. അപ്പോൾ അതോടെ പ്രോഗ്രാം കഴിയും, പിന്നെ പോവില്ല, സ്വിച്ച് ആകില്ല. ഇപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 ആകുമ്പോൾ വെളിയിൽ വരും, കൺട്രോൾ വന്നിട്ട് സ്വിച്ച് ആകില്ല, പ്രോഗ്രാം കഴിഞ്ഞു. യെസ്. സോ ഗോ ടു വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ബ്രേക്കും കണ്ടിന്യൂ ഒക്കെ ഉള്ള കാരണം ഗോ ടു വന്നിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു യൂസ്, കാരണം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കും അത് പ്രോഗ്രാമിനെ. അതാണ് നമ്മൾ ഗോ ടു യൂസ് ചെയ്യാത്തത് ഇപ്പോൾ ഒക്കെ. സോ ഇതാണ് നമ്മുടെ ഡെസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇപ്പം ലൂപ്സ് ആണ്. ലൂപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ 3 ടൈപ്സ് ഓഫ് ലൂപ്സ് ഉണ്ട്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ആൻഡ് ഡു വൈൽ ലൂപ്പ്. ഇതിലെ ഡിവിഷൻ ഉണ്ട് എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്താണെന്ന് വെച്ചാൽ ലൂപ്പിലേക്ക് എൻ്റർ ആകുമ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പിൽ എൻ്റർ ആകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലൂപ്പിൻ്റെ ഉള്ളിൽ വരാൻ പറ്റില്ല. ഡയറക്റ്റ് ആയിട്ട് ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ടൈം ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെ ആദ്യം തൊട്ട് തുടങ്ങും കണ്ടീഷൻസ്. അല്ല ഫാൾസ് ആണെങ്കിൽ ആ ഒരു ടൈം എക്സിക്യൂട്ട് ആയതോടെ കഴിഞ്ഞു, പിന്നെ ആ ലൂപ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യില്ല, അത് കഴിഞ്ഞിട്ടുള്ളത് എക്സിക്യൂട്ട് ആകും. സോ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് യൂസ് ചെയ്യും, അതായത് ഡു വൈൽ ലൂപ്പാണ് യൂസ് ചെയ്യുക. സോ ഇവിടെ കണ്ടീഷൻ വന്നിട്ട് മാൻഡേറ്ററി ആണ്. ഇതിൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ കണ്ടീഷൻ മാൻഡേറ്ററി ആണ് എപ്പോൾ എക്സിറ്റ് ആകുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലൂപ്പിങ്ങിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് അണ്ടിൽ ലോജിക്കൽ കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ നമ്മളൊരു ലോജിക്കൽ കണ്ടീഷൻ നമ്മൾ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കണം. ആ കണ്ടീഷൻ ഫാൾസ് ആകണ വരയ്ക്കും ഈ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. അത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകാനും ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അങ്ങനത്തെ കണ്ടീഷൻ ലൈക്ക് സം കണ്ടീഷൻസ് ആർ ഓൾവേസ് ട്രൂ, അത് ഫാൾസ് ആകാത്ത വിധം നമ്മൾ കൊടുത്തു എന്ന് വെച്ചാൽ അത് എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. സോ ഈ ലൂപ്പിൽ വന്നിട്ട് ഫോറും വൈലും ഡു വൈൽ ആണെങ്കിലും ഇതിൽ എന്തൊക്കെ ഇൻവോൾവ് ആകുമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ, ഒരു ലൂപ്പ് വേരിയബിൾ വന്നിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം, പിന്നെ ഒരു ടെസ്റ്റ് കണ്ടീഷൻ കൊടുക്കണം, മോഡിഫൈ ചെയ്യണം. വേരിയബിൾ മോഡിഫൈ ചെയ്താലല്ലേ, ഇപ്പോൾ വേരിയബിൾ മോഡിഫൈ ചെയ്തിട്ടില്ല എന്ന് വെച്ചോളൂ അത് ഇൻഫിനിറ്റിക്ക് പോകും, അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്. സോ ഈ 3ഉം മസ്റ്റാണ് നമ്മൾ ഒരു ലൂപ്പ് സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ. സോ നമ്മളിപ്പോൾ 3ൻ്റെയും സിൻടാക്സ് നോക്കാം. സോ ഫോർ ലൂപ്പ് ആണെങ്കിൽ ഫോർ പറഞ്ഞ കീവേഡ് കൊടുത്തിട്ട് അതിനൊരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇനീഷ്യലൈസേഷനും ടെസ്റ്റ് കണ്ടീഷനും മോഡിഫിക്കേഷൻ പറഞ്ഞാൽ ഒന്നുകിൽ ആ വേരിയബിളിനെ ഇൻക്രിമെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യും. അതാണ് ഇവിടെ മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ നടുവിൽ നമ്മൾ സെമിക്കോളൻ കൊടുക്കും. സെമിക്കോളൻ കൊടുത്തിട്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്കാകില്ല. സോ യു ആർ സ്റ്റോപ്പിംഗ് ഇറ്റ് ഹിയർ ആൻഡ് ദെൻ യു ആർ ചെക്കിംഗ് ദ കണ്ടീഷൻ. അങ്ങനെ ഇതൊക്കെ ട്രൂ ആണ്. ഈ കണ്ടീഷൻ ട്രൂ ആകണ വരയ്ക്കും ഇതിൻ്റെ ഉള്ളിലുള്ള കോഡ് എക്സിക്യൂട്ട് ആകും. വൈൽ അതേപോലെ തന്നെ വൈലിനുള്ള ഇനീഷ്യലൈസേഷൻ നമ്മൾ പുറത്ത് ചെയ്യാം. ലൈക്ക് ഐ വാല്യൂ വന്നിട്ട് 1 എന്ന് പുറത്ത് കൊടുത്തിട്ട് കണ്ടീഷൻ ഉള്ളിൽ കൊടുക്കും. ഉള്ളിലെ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. സോ ഇവിടെ വൈൽ കീവേഡും കണ്ടീഷൻ വന്നിട്ട് നമ്മൾ ഇവിടെയാണ് കൊടുക്കുക.
വെളിയിൽ ഇനീഷ്യലൈസേഷൻ, പിന്നെ വൈലിൻ്റെ ബ്രാക്കറ്റിൽ വന്നിട്ട് കണ്ടീഷൻ, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഉള്ളിൽ കൊടുക്കാം. ഡു വൈൽ വന്നിട്ട് ഇറ്റ് സെയിം ആസ് വൈൽ, പക്ഷേ ഡു ദിസ് വൈൽ ദ കണ്ടീഷൻ ഇസ് ട്രൂ. അപ്പോൾ ഇനീഷ്യലൈസേഷൻ വെളിയിൽ കൊടുക്കും, കോഡ് എക്സിക്യൂട്ട് ആകും, അവിടെ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഒക്കെ നടക്കും. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യണം വൈൽ ദാറ്റ് കണ്ടീഷൻ ഇസ് ട്രൂ. അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും എക്സിക്യൂട്ട് ആകും. സോ ഡു ദിസ്, ഇത് കഴിഞ്ഞു, ഇതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു. വൈൽ ദിസ് കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ പിന്നെയും ഡു സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങും. ഫാൾസ് ആണെങ്കിൽ അതോടെ കഴിഞ്ഞു. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. യെസ്, എക്സാമ്പിൾ വന്നിട്ട് നമ്മൾ ഫോർ ലൂപ്പിനൊന്ന് നോക്കാം ആദ്യം. ഇൻറ്റ് ഐ ഈക്വൽ ടു 1 ലൂപ്പ് വേരിയബിൾ, പിന്നെ നമ്പർ ഈക്വൽ ടു 0. ഓക്കെ, നമ്പർ 0 കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ യൂസറിൻ്റെ തന്നെ വാങ്ങാം. സോ സ്കാൻഎഫ് %d, %num. ഇപ്പോൾ നമ്മൾ ലൂപ്പ് കൊടുക്കാം. സോ ഫോർ ലൂപ്പിൽ വന്നിട്ട് ഫോർ പറഞ്ഞ കീവേഡ്, പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇനീഷ്യലൈസേഷൻ, ഐ വേരിയബിൾ ഇനീഷ്യൽ. നമുക്ക് വെളിയിൽ ഇനീഷ്യലൈസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഉള്ളിൽ കൊടുക്കേണ്ട കാരണം ഫോർ ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ടൈംസ്. നമ്മളിപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ ഈ 10 ഈ നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് ടേബിൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ലൈക്ക് 1 to 10 നമ്മൾ പ്രിൻറ്റ് ചെയ്യാം. ഇൻറ്റു 1 ഇൻറ്റു 2 പറഞ്ഞ ടേബിൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഐ ഇൻക്രിമെൻ്റ് ആകണം ഓഫ് കോഴ്സ്. അപ്പോൾ ഇനീഷ്യലൈസേഷൻ, ലൂപ്പ് വേരിയബിളിൻ്റെ ഇനീഷ്യലൈസേഷൻ, ഇതാണ് ടെസ്റ്റ് കണ്ടീഷൻ. ഇത് ഇൻക്രിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡിക്രിമെൻറ്റേഷൻ അവിടെ കൊടുക്കാം. ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യാം. printf %d, പുതു ലൈനിൽ അടുത്ത വാല്യൂ പ്രിൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ %d /n, നമ്മൾ ഇത് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യുന്നത്. സോ നം സ്റ്റാർ ഐ. അപ്പം എന്താവും, നമ്പർ വന്ന് നമ്മൾ 10 കൊടുത്താൽ 10 * i പറഞ്ഞാൽ 10 * 1 അത് പ്രിൻ്റ് ആയി. പിന്നെ 10 * 2, 10 * 3, ഇങ്ങനെ ടേബിൾ പ്രിൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ 10ൻ്റെ ടേബിൾ പ്രിൻറ്റ് ചെയ്യണമെന്ന് വെച്ചോളൂ. സോ 10 കൊടുത്താൽ യെസ്, ഇത് നമ്മൾ വാങ്ങിയ വാല്യൂ ആണ്, അത് വേണ്ട. ഐ ഇസ് ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യും, നം സ്റ്റാർ ഐ ആണ് ചെയ്യണത്. സോ 10 ആണ് നമ്മ്, ഐ വന്നിട്ട് 1, 10 × 1 10. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ചെക്ക് ചെയ്ത് പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകും. ഇത് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഐ ഇൻക്രിമെൻ്റ് ആയി. അപ്പോൾ ഐ ഈക്വൽ ടു 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെന്ന് ചെക്ക് ചെയ്യും, അത് ട്രൂ ആണ്. സോ 2 × 10 20 പ്രിൻ്റ് ആയി. പിന്നെ ഇൻക്രിമെൻ്റ് ആയി ഐ ഇസ് ഈക്വൽ ടു 3 ആയി. സോ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കും, 30 പ്രിൻറ്റ് ചെയ്യും. ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ 10 വരയ്ക്കും പോകും. പിന്നെ 10 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ഇൻക്രിമെൻ്റ് ആകുമല്ലോ, 11 ഇൻക്രിമെൻ്റ് ആകും. സോ എപ്പോൾ ഈ 4 വെളിയിൽ വരുമെന്ന് വെച്ചാൽ 10 ഇൻക്രിമെൻ്റ് ആയിട്ട് 11 വരും. സോ 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കുമ്പോൾ ഫാൾസ് ആയി. അപ്പോൾ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല, 4ൻ്റെ വെളിയിൽ വന്നോളൂ. സോ ഇതാണ് ഫോർ ലൂപ്പ്. ഇപ്പോൾ ഫോറിൽ തന്നെ നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ, സംടൈംസ് നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫൈനൈറ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യുമെന്ന് നോക്കാം. ഈ ഇൻഫൈനൈറ്റ് എന്ന് വെച്ചാൽ കുറേ നേരം അത് ഓടിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഇൻഫൈനൈറ്റ് ആയിട്ട് നമ്മളായിട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ സ്മോൾ പ്രോബ്ലം സോൾവിങ്ങിലൊക്കെ വന്നിട്ട് നമ്മളായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് ഇൻഫൈനൈറ്റ് ലൂപ്പായിട്ട് റൺ ആകുക. പക്ഷേ ഇൻഫൈനൈറ്റ് ലൂപ്സ് ചില സ്ഥലങ്ങളിൽ ആവശ്യമാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുന്നുണ്ടല്ലോ, ഇത് നമ്മളായിട്ട് സ്റ്റോപ്പ് ചെയ്യണ വരയ്ക്കും ഈ OS ഓപ്പണിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഇൻഫൈനൈറ്റ് ലൂപ്പായിട്ടാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. നമുക്കറിയില്ല, നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് ഓൺ ആകുന്നു, നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നു എന്നല്ലാതെ. ഇത് ഇൻഫൈനൈറ്റ് ലൂപ്പിൽ റൺ ആകുമ്പോൾ നമ്മൾ ഇത് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ മാത്രമേ അത് സ്റ്റോപ്പ് ആകുള്ളൂ. അതേപോലെ ഇൻഫൈനൈറ്റ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ അത് സ്റ്റോപ്പ് ആകുള്ളൂ. സോ അതിൻ്റെ ജസ്റ്റ് ബേസിക് എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ ഈ വാല്യൂ ഒന്നും കൊടുക്കണ്ട. സോ വി ഡോണ്ട് ഹാവ് എ ടെസ്റ്റ് കണ്ടീഷൻ, വി ഡോണ്ട് ഹാവ് എ മോഡിഫിക്കേഷൻ, ഒന്നുമില്ല. സോ
ഇത് രണ്ടും മസ്റ്റാണ് ഫോർ ലൂപ്പിന്, അല്ലെങ്കിൽ എറർ വരും. സോ ഇവിടെ നമ്മൾ പ്രിന്റ് എഫ് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിന്റ് ചെയ്യാം. ഹായ് അങ്ങനെയൊന്ന് പ്രിന്റ് ചെയ്തെന്ന് വെച്ചാൽ ഇത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നമ്മളത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ പ്രിന്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് ഏതുവരെയ്ക്കും ആകുമെന്ന് വെച്ചാൽ ഞാൻ എൻറ്റർ ക്ലിക്ക് ചെയ്യണ വരയ്ക്കും ഇത് ആയിക്കൊണ്ടേ ഇരിക്കും. സോ അൺടിൽ ഐ സ്റ്റോപ്പ് ദാറ്റ് പ്രോഗ്രാം അത് റൺ ആയിക്കൊണ്ടേ ഇരിക്കും, ഇൻഫൈനൈറ്റായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കും. ഇപ്പോൾ വൈൽ നോക്കാം നമ്മൾ. വൈൽ ലൂപ്പിന് ഒരു പ്രോബ്ലം ഉണ്ട്. വൈൽ ഇൻഫൈനൈറ്റായിട്ട് ഇപ്പം നമ്മളിവിടെ കണ്ടീഷൻ ഒന്നും കൊടുത്തില്ല ഫോറിന്, അതുകൊണ്ട് അത് ഇൻഫൈനൈറ്റായിട്ട് പോയി. പക്ഷെ വൈൽ കണ്ടീഷൻ കൊടുക്കാതിരുന്നാൽ ഇൻഫൈനൈറ്റായിട്ട് പോയില്ല, കാരണം കമ്പൈൽ ടൈം എററായിട്ട് മാറും. വൈലിന് കണ്ടീഷൻ മസ്റ്റാണ്. സോ വൈൽ I is less than or equal to 10. ഓക്കെ, ഇത് ഫസ്റ്റ് വൈൽ വന്നിട്ട് വെളിയിലല്ലേ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുക. സോ I is equal to 1 ഇനീഷ്യലൈസ് ചെയ്യാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 നമ്പർ വാങ്ങിയിട്ടില്ല. ഓക്കെ, സ്കാൻഎഫ് %d, ആംപർസൻഡ് നം. ഓക്കെ, ഇപ്പോൾ കണ്ടീഷൻ കൊടുത്തു. വൈൽ ദാറ്റ് കണ്ടീഷൻ ഇസ് ട്രൂ, ഇവിടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആകും. നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാം. സോ പ്രിന്റ് എഫ് %d അല്ലെങ്കിൽ ഓക്കെ %d, ഐ അല്ല, നമ്മൾ ടേബിൾ അല്ലേ പ്രിന്റ് ചെയ്യുന്നത്. സോ നം സ്റ്റാർ ഐ, എന്നിട്ട് ഐ ഇൻക്രിമെൻറ്റ് ചെയ്യണം. വൈലും ഡു വൈലും നമ്മൾ ഉള്ളിലാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് റൺ ചെയ്ത് നോക്കിയാൽ നമ്പർ എൻട്രി ചെയ്യാം, 10 കൊടുക്കാം. സോ 10, 20, 30, 40 സെയിം തിങ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ് കണ്ടീഷൻ നമ്മൾ വൈലിൽ കൊടുക്കും, ഇൻക്രിമെൻറ്റേഷൻ നമ്മൾ ഉള്ളിൽ കൊടുക്കും, ഇനീഷ്യലൈസേഷൻ വെളിയിൽ കൊടുക്കും. സോ ഇതൊക്കെ ഫോറും വൈലും വന്നിട്ട് എൻട്രി കൺട്രോൾ ലൂപ്പ്. എന്തുകൊണ്ട് പറയണമെന്ന് വെച്ചാൽ ലൂപ്പിൻ്റെ ഉള്ളിൽ വരുന്നതിന് മുമ്പേ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത്. സോ കണ്ടീഷൻ ഇസ് മാൻഡേറ്ററി. ഇതേ നമ്മൾ ഡു വൈൽ എങ്ങനെ നോക്കാം. ഡു വൈൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് 1 ടൈം നമ്മൾ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡു വൈൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്പർ വാങ്ങി, സെയിം തിങ് ഇവിടെ വൈൽ വേണ്ട, നമ്മൾ ഇതിന് താഴെ കൊടുക്കാം. ഇവിടെ എൻഡ് ചെയ്യാൻ എന്നിട്ട് നമുക്ക് സെമിക്കോളൻ കൊടുക്കണം, അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഇവിടെ ഡു ഇതേത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. 10 കൊടുത്താൽ അതേ തന്നെ സെയിം ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടാൻ പോണത്. പക്ഷേ ഡു ദിസ്. സോ നം സ്റ്റാർ ഐ എന്ന് പറയുമ്പോൾ നമ്മിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തത് 10 സ്റ്റാർ 1 എന്ന് വെച്ചാൽ 10 പ്രിൻ്റ് ആയി, ഇൻക്രിമെൻ്റ് ആയി. ഇപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന്. സോ അത് ട്രൂ ആണ്. ഇതേ ലാസ്റ്റിൽ വരുമ്പോൾ ഐ വാല്യൂ വന്നിട്ട് 10 ആയിരിക്കും, ഇൻക്രിമെൻ്റ് ആയതിനു ശേഷം 11 ആയിരിക്കും. അതായത് ഇവിടെ 10 പ്രിൻ്റ് ആയി, ഇൻക്രിമെൻ്റ് ആയി 11 ആകും. വൈൽ 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ ഫോൾസ് ആയി. സോ ഈ കണ്ടീഷൻ എക്സിക്യൂട്ട് ആയ പിന്നെയാണ് അത് ഫോൾസ് ആണ്, അതുകൊണ്ട് ഇറ്റ് മേക്സ് നോ ഡിഫറൻസ്. സോ ദാറ്റ് ഈസ് ഡു വൈൽ ലൂപ്പ്. സോ നമ്മൾ ഇന്നത്തെ ലൂപ്പും 3 ലൂപ്പും ഫോർ വൈൽ ഡു വൈലും കഴിഞ്ഞു. പിന്നെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ കഴിഞ്ഞു. നമ്മളിനി അടുത്ത വീഡിയോയിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.